ഡൊണാൾഡ് ട്രംപ് നന്ദികേട് പറയുകയാണെന്നും തന്റെ സഹായമില്ലായിരുന്നെങ്കിൽ 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോറ്റുപോയേനെയെന്നും ഇലോൺ മസ്ക്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുവാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമാക്കി അവതരിപ്പിച്ച നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് വിമർശനമുന്നയിച്ചതിൽ ട്രംപ് നിരാശ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പ്രതികരണം. നികുതി നിയമത്തെക്കുറിച്ച് മസ്കിനെ അറിയാമായിരുന്നുവെന്നും വൈദ്യുത വാഹനങ്ങൾക്കുള്ള ഉപഭോക്തൃ നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്ന നിയമത്തിലെ വ്യവസ്ഥയാണ് മസ്ക് പ്രശ്നം സൃഷ്ടിക്കാൻ കാരണമെന്ന ട്രംപിന്റെ പ്രസ്താവന മസ്ക് നിഷേധിച്ചു. നികുതി നിയമം തന്നെ കാണിച്ചിട്ടില്ലെന്നും മറ്റാർക്കും വായിക്കാൻ അവസരം നൽകാതെ അതിവേഗമാണ് അത് പാസാക്കിയെന്നും മസ്ക് ആരോപിച്ചു. നികുതി നിയമത്തിനെതിരെ മസ്ക് നടത്തിയ വിമർശനത്തിൽ നിരാശനാണെന്ന് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. മസ്കിനെ ഞാൻ ധാരാളം സഹായിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് മോശമായൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ വൈകാതെ അതുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പരസ്പരമുള്ള മികച്ച ബന്ധം തുടരുമോ എന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുത വാഹനങ്ങൾക്കുള്ള ഉപഭോക്തൃ നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതിനാലാണ് മസ്ക് ഈ ബില്ലിനെ എതിർക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുന്നതിനാലാണ് ഈ ബില്ലിനെ എതിർക്കുന്നതെന്നാണ് വൈദ്യുത വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ CEO മസ്ക് പറയുന്നത്. മാധ്യമപ്രവർത്തകരുമായി ട്രംപ് സംസാരിക്കുന്നതിനിടെ വിജയത്തിനായി നേർത്ത സുന്ദരമായ ബിൽ എന്ന് ഇലോൺ മസ്ക് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ഈ ബില്ലിന്റെ ഔദ്യോഗിക പേര് സൂചിപ്പിക്കുന്നതായിരുന്നു മസ്കിന്റെ കുറിപ്പ്. അനാവശ്യ ചെലവുകൾ കുറച്ച് സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയാണ് ട്രംപ് സർക്കാരിൽ ഇലോൺ മസ്ക് വഹിച്ചിരുന്നത്. ഓഹരി ഉടമകളുടെ സമ്മർദ്ദം കൂടിയതോടെ ചുമതലയേറ്റ് 130 ദിവസം പിന്നിട്ട് മെയ് 28-ന് ഡോജിൽ നിന്ന് മസ്ക് രാജിവെക്കുകയായിരുന്നു. പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നികുതി നിയമത്തിനെതിരെ വിമർശനവുമായി മസ്ക് രംഗത്തെത്തിയത്.